നവീകരിച്ച മലയോര ഹൈവേയുടെ വിവിധയിടങ്ങളിൽ തകർന്ന ഭാഗങ്ങൾ റീടാറിംഗ് ചെയ്തത് റോഡിന്റെ സ്വാഭാവികത നിലനിർത്തിയുള്ളതല്ലെന്ന് പരാതി. കുട്ടിക്കാനം മുതൽ ചെപ്പാത്ത് വരെ അടുത്തിടെ ആധുനിക നിലവാരത്തിൽ നവീകരിച്ച റോഡിനെ നശിപ്പിക്കും വിധമാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതെന്നാണ് പ്രധാന പരാതി. മലയോര ഹൈവേയുടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഈ പാതയുടെ വിവിധയിടങ്ങളിൽ റോഡ് തകർന്നിരുന്നു. ഇതിന് കാരണം ചില ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകിയതും മറ്റിടങ്ങളിൽ റോഡിൽ മഴ സമയത്ത് ഉറവ രൂപപ്പെട്ടതുമാണ്. ഇതോടെ ഈ ഭാഗങ്ങൾ തകർന്നത് മാത്രമല്ല റോഡ് ഇരുന്നു പോവുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ റോഡിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനി ഈ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. എന്നാൽ ഈ അറ്റകുറ്റപ്പണികൾക്കെതിരെയാണ് വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത്. റോഡിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തിയുള്ള പണികളാണ് നടത്തിയതെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ സുന്ദരമായിട്ട് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച കുട്ടിക്കാനം ചപ്പാത്ത് ദേശീയപാതയാണിത്. ഈ മലയോര ഹൈവേയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ ഇവിടുത്തെ ഭൂപ്രകൃതിയെക്കുറിച്ച് അറിയാം. ഈ ഉറവ പൊട്ടി റോഡിനൊക്കെ ചെറിയ ചെറിയ ഇളക്കങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ റോഡിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ടാറിംഗാണ് ഇപ്പോൾ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമ്മുടെ 1980-90 കാലഘട്ടങ്ങളിലെ പാച്ച് വർക്ക് പോലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ റോഡിനെ ഇങ്ങനെ നശിപ്പിക്കരുതെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ റോഡിന്റെ പഴയ സൗന്ദര്യം അതുപോലെ തന്നെ നിലനിർത്തി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്ന്. ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഭംഗി കെടുത്തും വിധമാണ് നിലവിൽ തകർന്ന ഭാഗങ്ങൾ റീടാറിംഗ് ചെയ്തിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഭാഗങ്ങളിൽ ആധുനിക നിലവാരത്തിൽ തന്നെ ടാറിംഗ് നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. എല്ലാവർക്കും ഇന്റർനെറ്റായ നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.